ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മനോഹർ റൂമിൽ ഫോൺ വെച്ചതിന് ശേഷം പുറത്തേക്ക് പോകുമ്പോഴേക്കും സരയു ആ ഫോൺ എടുത്ത് നോക്കാണ്. ഫോണിൽ പല പെമ്പിള്ളയുടെ നമ്പറും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ തന്നെ കാണും കേട്ടോ. അത് കാണുന്ന സരയു ആകെ ഞെട്ടിപ്പോയിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ എന്തിനാ എന്റെ ഫോൺ പരിശോധിച്ചത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഫോൺ പരിശോധിക്കാൻ എനിക്ക് എന്താ അനുവാദം വേണോ? നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, നിങ്ങളുടെ ഫോണിൽ കാണാൻ പാടുന്നത് എന്തെങ്കിലും ഉണ്ടോ? നീ ആ ഫോൺ തന്നെ ഇല്ല, എനിക്ക് നോക്കണം എന്ന് പറയാണ്. ആ സമയത്ത് മനോഹർ ആ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങിക്കാണ്. മനുവേട്ടൻ അപ്പൊ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടല്ലേ, കള്ളത്തരം കാണിക്കുന്നുണ്ടല്ലേ. ഫോണിൽ ഒരുപാട് പെമ്പിളയുടെ ഫോട്ടോസും അതുപോലെ തന്നെ ഫോൺ നമ്പേഴ്സും ഒക്കെ ഉണ്ടല്ലോ. ആണുങ്ങളുടെ ഒരെണ്ണം പോലും ഇല്ല. അതിന് കാരണം എന്താ ചോദിക്കുമ്പോ അത് നീ കൂടുതലൊന്നും അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മനോഹർ ദേഷ്യത്തോടു കൂടി തന്നെ നിലത്തേക്ക് ഇറങ്ങി വരാട്ടോ. അവിടെ ഷാരി ഉണ്ടാകും. ഷാരി ചോദിക്കണ്ടേ, എന്താ അവള് നിന്നെ സംശയിച്ചു തുടങ്ങിയല്ലേ? എടാ, നീ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി പോകല്ലേ? നീ ഇങ്ങനെ ഇറങ്ങിപ്പോയി അവളുടെ സംശയം തീർക്കാതെ നീ ഇറങ്ങിപ്പോയിക്കനാ എന്റെ മോള് വല്ല ഫാനിലും കെട്ടിത്തൂങ്ങി ചാവണത് ഞങ്ങൾ കാണേണ്ടി വരുവാടാ. അതുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലൊക്കെ സമാധാനിപ്പിക്കടാ. അവളുടെ സംശയം ഒന്നും മാറ്റി കൊടുക്കില്ലെങ്കിൽ അങ്ങനെ മോളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന് പറയുമ്പോ, നിങ്ങളുടെ മോളോ? നിങ്ങളുടെ മോളല്ല, താരാന്റിയുടെ മോളെന്ന് പറ. എടാ, അവളെ ഞാൻ ഇത്ര നാൾ വളർത്തിയത് ഞാനല്ലേ, അപ്പൊ ഞാനല്ലേ അവളുടെ അമ്മ. പ്രസവിച്ചത് കൊണ്ട് തന്നെ ഒരു അമ്മയാവോ? അത് ശരിയാ, പ്രസവിച്ചോണ്ട് അമ്മയാവില്ല. പക്ഷെ പ്രസവിച്ച സ്ത്രീയിൽ നിന്ന് കുട്ടിനെ മാറ്റിയെടുത്തോണ്ട് പോയതല്ലേ, അല്ലാതെ അവര് ഉപേക്ഷിച്ചൊന്നുമല്ലല്ലോ. അപ്പൊ അവര് തന്നെ യഥാർത്ഥ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും മോളെ സ്നേഹിച്ചു വരിക. തലതല്ലി പൊട്ടിച്ചിട്ട് ആ പാവം അമ്മ, ആ മിണ്ടാ പാടില്ലാത്ത സ്ത്രീനെ നിങ്ങൾ ചതിക്കല്ലേ. എന്നാൽ അത്രയും ചെയ്തൊന്നും ഞാൻ നിങ്ങളുടെ മോളോട് ചെയ്യുന്നില്ല. എടാ, നിനക്ക് ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നീ എന്റെ മോളുടെ സംശയം മാറ്റിട്ട് മാത്രം ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറയാണ് മനോഹർ. ഇത് എന്തൊരു കഷ്ടമാണ്, നിങ്ങളുടെ മോളെ കൊണ്ട് ഞാൻ തോറ്റു, എനിക്ക് മതിയായി അവളെ എന്നൊക്കെ മനോഹർ പറയാട്ടോ. മനോഹർ നേരെ പോണത് ഗംഗപ്രസാദിനെ കാണാൻ ജയിലിലേക്കാണ്. അപ്പൊ ജയിലിൽ ഗംഗപ്രസാദ് പറയണ്ടേ, എടാ മനോഹര, നിന്റെ ബുദ്ധിയും എന്റെ ശക്തിയും ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണിനെയും കിരണിനെയും എല്ലാവരും ഇല്ലാതാക്കാടാം. നീ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തിറക്ക്, ജാമത്തിലിറക്കോ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പുറത്ത് ചാടാൻ വേണ്ടി സഹായിക്കടാ. എന്റെ ഗംഗപ്രസാദ്, അത് ഞാൻ എന്താണ് ചെയ്യാം. കാരണം എന്താ, എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടണം. എന്തായാലും ഈ നാട്ടിൽ എനിക്കൊരു പെണ്ണ് കെട്ടി ഇനി ജീവിക്കാൻ പറ്റില്ല. ആ കല്യാണം എന്ന് പറഞ്ഞാൽ എന്റെ പുറകെ നടക്കുക. ഞാൻ എന്ത് ചെയ്യണം നോക്കിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, എങ്ങനെയെങ്കിലൊക്കെ ജയിൽ ചാടി നിങ്ങളെ പുറത്തെടുക്കാൻ പറ്റുന്ന ആലോചിക്കട്ടെ. അല്ല, ആ വിക്രത്തിനെ പുറത്തിറക്കണോ? അവനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് ഗംഗപ്രസാദ് പറയാണ്. ആ ശരി, എങ്കിലേ ഞാൻ എങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം. വെയിറ്റ്, ഗംഗ പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോകുവാണ്. ഗംഗപ്രസാദ് സമാധാനമാവാണ്. വേറൊന്നല്ല, മനോഹർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജയിലിൽ നിന്ന് പുറത്തിറക്കിയാലോ എന്നൊക്കെ ആഴ്ച ഗംഗപ്രസാദ് ഭയങ്കര സന്തോഷത്തിലാട്ടോ. അതിനുശേഷമാണെങ്കിൽ മനോഹർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. സരയു ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. മോള് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതൊക്കെ എന്റെ കമ്പനിയിൽ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നേക്കുന്ന സ്റ്റാഫുകളുടെ നമ്പേഴ്സും ഫോട്ടോസും ഒക്കെയാണ്. അതെന്താ നിങ്ങളുടെ കമ്പനി പെണ്ണുങ്ങളെ മാത്രം എടുക്കുള്ളൂ, ആണുങ്ങളൊന്നും എടുക്കില്ലേ? എന്റെ മോളു, അതൊക്കെ അവിടെ അങ്ങനെയാണ്. അമേരിക്കയിൽ കൂടുതൽ കമ്പനികൾ പെണ്ണുങ്ങളെയാണ് സ്റ്റാഫായിട്ട് നിയമിക്കണത്. മോള് അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ ഈ സംശയം ഒക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞ് സരയുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മനോഹർ നോക്കുന്നുണ്ടെങ്കിലും സരയുവിന് നല്ല സംശയമുണ്ട് കേട്ടോ. എന്തായാലും നാളത്തെ എപ്പിസോഡ് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.